കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വിടുമെന്ന് നമ്മൾ വളരെ മുന്നേ തന്നെ ചർച്ച ചെയ്തു. ഇപ്പോൾ അതിനൊരു വിരാമമെന്ന് പറയാൻ പറ്റത്തില്ല, അർത്ഥവിരാമം മാത്രമേ ആയിട്ടുള്ളൂ. UDF-ലേക്ക് പോകില്ല എന്നും UDF-ൽ നിന്നും ചില ഘടകകക്ഷികൾക്കൊക്കെ ജോസ് കെ മാണി വിഭാഗം അങ്ങോട്ട് ചെല്ലുന്നതിൽ എതിർപ്പുമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിൽ ജോസ് കെ മാണി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. പിളരും എന്ന് വരെ കരുതിയതാണ്. ഇതിലിപ്പോൾ UDF-ലേക്ക് പോകുന്നതിനൊരു വിരാമമിടാൻ കഴിഞ്ഞത് റോഷി അഗസ്റ്റിൻ വിഭാഗത്തിനാണോ? ഞാൻ സാറേ, നമ്മൾ ഈ വിഷയം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത് കേരള കോൺഗ്രസിനെ തന്നെ ചർച്ച വെച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വാചകം, ഒറ്റ വാക്ക്, തുടരും എന്നൊരു വാക്ക് ബഹുമാനായ റോഷി അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു. തുടരും, അല്ലാതെ തുടരില്ല എന്ന് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിബേറ്റുകളിൽ വരുന്ന ഒരാൾ, പാർട്ടിയുടെ ചെയർമാൻ, ഓഫീസർ ജനറൽ സെക്രട്ടറി, ആരെങ്കിലും, അല്ലെങ്കിൽ MLA-മാർ, ഞങ്ങളുടെ 5 MLA-മാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഹൈപ്പവർ കമ്മിറ്റി അംഗം, ആരെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോകും എന്ന് ഒരു വരിയെങ്കിലും ഒരു പത്രത്തിൽ, എല്ലാ കാലത്തും കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെ എന്നും സ്ഥിരമായിട്ട് കള്ളം എഴുതുന്ന ഒരു പത്രമുണ്ട്, മലയാള മനോരമ. ആ പത്രത്തിൽ പോലും ഒരു വാചകം ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരിൽ അച്ചടിച്ച് വന്നിട്ടില്ല. ശൂന്യതയിൽ നിന്നൊരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്ത വെച്ചിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ എന്ത് ചെയ്യുക, തമ്മിലടിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം. ഞങ്ങൾ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണം? ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ മുന്നണിയിൽ തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞ ബെന്നി ബെഹനാൻ അങ്ങനെയാണ് ഞങ്ങൾ പുറത്തു പോയതല്ല, ഞങ്ങളെ പുറത്താക്കിയാണ്. അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭയം, ഇന്ന് പ്രിയപ്പെട്ട ജോസ് കെ മാണി സാർ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭയം തന്ന പാർട്ടി ഇടതുപക്ഷമാണ്, മുന്നണി ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടി. ഞങ്ങളുടെ നയങ്ങൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനം പോകുന്നത്. ആ ബഡ്ജറ്റുമായ ചർച്ചകളിൽ ഞങ്ങളുടെ നേതാവുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു, മലയോര കർഷകരുടെ വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ട്, കുടിയേറ്റ കർഷകരുടെ വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ആവശ്യമായ പൈസ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം തന്നു, ആവശ്യത്തിന് ബോർഡും കോർപ്പറേഷനും മെമ്പർമാരെ തന്നു. എവിടെയെങ്കിലും ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ആരെങ്കിലും, ഞാൻ നേരത്തെ ചോദിച്ചു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, താങ്കളെപ്പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ, ഒരു വരിയെങ്കിലും ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ശൂന്യത്തിൽ നിന്ന് ആരോ ഒരു വാർത്ത ഉണ്ടാക്കുന്നു, മറ്റു വാർത്തകളില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു മലയാള മനോരമ തന്നെയാണ് ഇതിൻ്റെ പിറകിലെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏതോ ഒരു ലേഖകന് അദ്ദേഹത്തിന് സ്വപ്നത്തിലുണ്ടായ അതിനെന്തോ പറയുന്ന വാക്ക്, അദ്ദേഹത്തിൻ്റെ ജൽപ്പനമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റികളിൽ നിങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുവാണല്ലോ, ഞങ്ങളുടെ കമ്മിറ്റികൾ കൂടെ ഉണ്ടല്ലോ, ഒരു കമ്മിറ്റി ഒരാൾ എണ്ണിച്ച് ചെന്ന് നമ്മൾ ഇടതുപക്ഷത്തിൽ നിന്ന് മുന്നണി ബന്ധം അവസാനിപ്പിച്ച് UDF-ലേക്ക് പോകണം, ആരും പറഞ്ഞില്ല. ചില സഭാ നേതാക്കന്മാർ പറഞ്ഞു, അവിടെ ഇങ്ങനെ ചിന്തിക്കുന്നു, റോഷി അഗസ്റ്റിൻ പോകുന്നില്ല, അതേപോലെ പ്രമോദ് നാരായണൻ പോകുന്നില്ല, ജയരാജ് സാർ ഇപ്പുറത്ത്. സാർ, ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്, അർത്ഥശങ്കയ്ക്ക് ഇടവരാതെ വേണം. അതിന് പറഞ്ഞ 2 കാര്യമുണ്ട്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മീറ്റിങ്ങിൽ പാർട്ടി പങ്കെടുത്തില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മന്ത്രിസഭയും നടത്തിയ ഉപവാസ സമരത്തിൽ പാർട്ടി ചെയർമാൻ പങ്കെടുത്തില്ല. ഈ 2 കാര്യങ്ങളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് വളം വെച്ചു കൊടുത്തത്. അവിടെയൊക്കെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മന്ത്രി MLA-മാരെല്ലാം ആ ചടങ്ങുകൾ കാര്യങ്ങളെല്ലാം പങ്കെടുത്തു. അപ്പം എന്താണ്? പക്ഷെ ജോസ് കെ മാണി പൊതുവെ അതൃപ്തനായിട്ടാണ് LDF-ൽ തുടരുന്നതെന്നാണ് ആര് പറയുന്നത്? ഞാൻ താങ്കളെപ്പോലുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ ആ നിരീക്ഷണത്തെ ഞാൻ വേണമെങ്കിൽ വകവയ്ക്കാം. പക്ഷെ താങ്കളുടെ ABC മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ വിവരങ്ങൾ പ്രകാരം രേഖകൾ സഹിതം താങ്കളത് വെളിപ്പെടുത്തണം. ഇന്ന കാരണങ്ങളാൽ ജോസ് കെ മാണി അതൃപ്തനാണ്. ജോസ് കെ മാണി പാലയിൽ പരാജയപ്പെട്ടു, അദ്ദേഹത്തെ മന്ത്രിയാകാൻ പറ്റിയില്ല. ഒരുപക്ഷെ അദ്ദേഹം കൂടെ ജയിച്ചു ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം കിട്ടിയേനെ, ഒരു ചീഫ് വിപ്പിന് പകരം. അത് ഇപ്പം അതിനകത്ത് പുള്ളി ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണിച്ചിട്ട് കാര്യമുണ്ടോ? അതില്ല. അപ്പോൾ ഏത് കാര്യത്തിലാണ് വിജയനാഥ് സാറ് ആ ഒരു നിരീക്ഷണത്തിൽ എത്തപ്പെട്ടതല്ല? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഉണ്ടായിട്ടുള്ള ഒരു തോൽവി
ഇത് പിന്നെ അതുകൂടാതെ പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇത്തരത്തിൽ ഒരു അതൃപ്തിയോടുകൂടി അവിടെ കഴിയുന്നത്. സഭയുടെ സമ്മർദ്ദവുമുണ്ട് LDF വിട്ട് UDF വരണമെന്നുള്ളത്. VD സതീശൻ ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ച പോലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അല്ല, സഭയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഒരു പ്രസ്താവനയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാണി ഗ്രൂപ്പ് വിട്ട് UDF പോകണോ എന്ന് പറഞ്ഞു? അല്ല, അത് സർ, വരികൾക്ക് ഇടയിൽ കൂടി നമുക്ക് വായിക്കാം. പക്ഷെ വരികൾക്കിടയിൽ ഉണ്ടാകാത്ത കാര്യങ്ങൾ എങ്ങനെ വായിക്കാൻ പറ്റും? അല്ലെ, ബിഷപ്പുമാർ ഒരിക്കലും അത്തരത്തിലുള്ള പ്രസ്താവന. പിന്നെ എങ്ങനെ ഈ ചർച്ച വന്നു? ഏത് സഭാപിതാക്കന്മാര്, ഏത് സഭ? ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ സഭക്കാരനല്ല പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിനും ജോസ് കെ മാണി സാർ വന്നു. ഞങ്ങളുടെ സഭക്കാരനല്ല. അപ്പം ഞങ്ങളുടെ സഭയുടെ മെത്രോപ്പൊലീത്ത പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു സഭ. ഇവിടെ എത്രയോ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുണ്ട്. ഇനി പോട്ടെ, അവർ മാത്രമാണോ? പ്രമോദ് നാരായണനും അതേപോലെ ജയരാജ് സാറും അടങ്ങുന്ന NSSും ഒക്കെ ഇല്ലേ ഇവിടെ? അവരുടെ നേതാക്കന്മാർ. കേരള കോൺഗ്രസിലെ ഒരു വലിയ പങ്ക് ക്രൈസ്തവ വിഭാഗമാണെന്ന് ഏവർക്കും അറിയാവുന്ന. MLA-മാരെ കണക്കെടുക്കും. 5 MLA-മാരിൽ 2 ഇപ്പുറത്തെ 3 അപ്പുറത്താണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോ എങ്ങനെ പോകുന്നത്? എത്ര % വരുന്നു? പക്ഷെ ചിലർ തോറ്റിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. അല്ല, തോറ്റിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ സ്ഥാനാർത്ഥിയെ നിയമിക്കുന്ന എങ്ങനെയാണ്? സ്ഥാനാർത്ഥിയുടെ കഴിവ്, ആ മണ്ഡലത്തിലെ ജയസാധ്യത, ഇതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പിടിച്ച് മത്സരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും സാമുദായിക പരിഗണനയെ നോക്കാറുണ്ട്. സാർ, സാമുദായിക പരിഗണന അത് നേരത്തെ ആരോ ഒരു മന്ത്രി പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ ചില ഇത് വരും. ഒരു നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് അവിടെ ജയിക്കാൻ സാധ്യതയെങ്കിൽ ചിലപ്പോൾ അദ്ദേഹമായിരിക്കും ആ പ്രദേശത്ത് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന അദ്ദേഹമായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. ആ സമയത്ത് അയാളെ സ്ഥാനാർത്ഥിയാക്കും. അത് നമ്മൾ അങ്ങനെ തള്ളിക്കളയുന്നില്ല. സാമുദായികമായ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെല്ലാം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഈ ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. കാരണം കുറഞ്ഞല്ല സാർ, സീറ്റ് വിഭജന ചർച്ചകൾ വരെ ഏതാണ്ട് അവസാന വട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ UDF ഒരു പ്രവേശനം ഇനി ഉണ്ടാകും. സാർ, അതൊരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു അടഞ്ഞ അധ്യായം തന്നെയാണ്. ഞങ്ങൾ സീറ്റിന് വേണ്ടിയല്ല ഇടതുപക്ഷത്തേക്ക് വന്നത്. ഒരു രാഷ്ട്രീയപരമായ ഒരു വല്ലായ്മ വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് വന്നത്. ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ പലരും വിചാരിച്ച്, അല്ലെങ്കിൽ കോട്ടയത്തെ കോൺഗ്രസ്സുകാർ, വേറെ ആരും വേണ്ട, ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വിടാം. കോട്ടയത്തെ കോൺഗ്രസ്സുകാർ വെച്ച് ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവരും കൂടെ അങ്ങ് മത്സരിച്ച് ജയിച്ച് കളയാം. അതുകൊണ്ട് അവരങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ അഭയം നൽകിയ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കൃത്യമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാണി സാറിൻ്റെ കാലഘട്ടം മുതൽ അറിയാം, ആ ഒരു നയം ഞങ്ങൾക്ക് ഉണ്ട്. ആ നയത്തിൽ വ്യത്യാസം വരുത്തുവാൻ ഇന്ന് ഞങ്ങൾ തയ്യാറില്ല. ഒരുപക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പം BJP തന്നെ ആരോടൊപ്പം നിന്നു? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ നേടി രാജ്യം ഭരിച്ചില്ലേ? അതൊരു രാഷ്ട്രീയപരമായ നിലപാടിൻ്റെ ഭാഗമാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അതൊക്കെ വിദൂര ഭാവിയിലേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ജോസ് കെ മാണി തൻ്റെ ഇടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട്, ഉറച്ച നിലപാട് തന്നെ. ഞങ്ങൾക്കുള്ള സീറ്റുകൾ നിയമസഭാ സീറ്റാണല്ലോ ഇപ്പോൾ വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് 12 സീറ്റാണ് നിലവിൽ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ച് 13 കിട്ടിയോ എനിക്കൊന്ന് കുറ്റ്യാടിയാണെന്ന് തോന്നുന്നു. തിരികെ ഞങ്ങൾ ചില സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്നു. ആ സീറ്റും കൂടി ഞങ്ങൾ വേണമെന്ന്, കുറ്റ്യാടിക്ക് പകരം മറ്റൊരു സീറ്റ്. ഞങ്ങൾ ഈ ABC-യുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാനുള്ളത്, ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. അതിൽ വെള്ളം ചേർക്കാൻ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ തുനിയത്തില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്ന അന്തരിച്ച അസോസിയേറ്റിനായ KM മാണി സാറ് ഞങ്ങളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. യാതൊരു വ്യത്യാസവും വരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.